JEF കോഓപ്പറേറ്റീവ് അക്കാദമിയുടെ ആദ്യ ക്ലാസ്സിലേക്ക് JDC, HDC ആൻഡ് BCom കോഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള CSCB ബോർഡ് എക്സാമുകൾക്ക് വേണ്ടിയും ജൂനിയർ കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പോലുള്ള കേരള PSC എക്സാമുകൾക്ക് വേണ്ടിയും പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കുട്ടികളെയും സ്വാഗതം ചെയ്യുന്നു. നമ്മളിവിടെ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സഹകരണ മേഖലകളിൽ ഏത് എക്സാമുകൾക്ക് വേണ്ടിയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് എങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് കോഓപ്പറേഷനാണ്. അതുകൊണ്ട് നമ്മുടെ ഫസ്റ്റ് ക്ലാസ് കോഓപ്പറേഷൻ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഏറ്റവും ബേസ് അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് കോഓപ്പറേഷൻ. കോഓപ്പറേഷൻ്റെ മീനിങ് എന്തെല്ലാമാണ്, അതുപോലെ തന്നെ കോഓപ്പറേഷൻ എന്ന സബ്ജക്റ്റ്, കോഓപ്പറേഷൻ ആരൊക്കെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ വ്യക്തികളാണ്, ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷനാണ് എന്നുള്ളതും നമ്മൾ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് മീനിങ് ഓഫ് കോഓപ്പറേഷൻ. കോഓപ്പറേഷൻ്റെ മീനിങ് എന്താണെന്നാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. The word cooperation is derived from the Latin word cooperare. Cooperation എന്ന വേർഡ് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത് കോഓപ്പററി എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ്. ഈ ഒരൊറ്റ പോയിന്റിൽ നിന്ന് തന്നെ രണ്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം. ഫസ്റ്റ് വൺ, കോഓപ്പറേഷൻ എന്ന വേർഡ് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത് എവിടെ നിന്നാണ്? ലാറ്റിൻ. സെക്കൻഡ് ക്വസ്റ്റ്യന്, കോഓപ്പറേഷൻ എന്ന വേർഡ് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത് ലാറ്റിൻ നിന്നാണ്, പക്ഷേ ഏത് വേർഡിൽ നിന്നാണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതെന്താണ്? കോഓപ്പററി. കോഓപ്പറേഷൻ എന്ന വേർഡ് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ള വേർഡ് ഏതാണ്? കോഓപ്പററി. കോഓപ്പറേഷൻ എന്ന വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ള സ്ഥലം എവിടെ നിന്നാണ്? ലാറ്റിൻ. ലാറ്റിൻ എന്ന സ്ഥലത്തിൽ നിന്നാണ് കോഓപ്പറേഷൻ എന്ന വേർഡ് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത്. അതിൽ കോ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്, കോ മീൻസ് വിത്ത് എന്നും ഓപ്പററി മീൻസ് ടു വർക്ക് എന്നും. കോ എന്ന വാക്കുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? വിത്ത്. വിത്ത് എന്ന് വെച്ചാൽ കൂടെ. ഓപ്പററി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ടു വർക്ക്. ടു വർക്ക് എന്ന് വെച്ചാൽ വർക്ക് ചെയ്യുക എന്നതാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ കോഓപ്പറേഷൻ മീൻസ് വർക്കിംഗ് ടുഗദർ ജോയിൻലി ഫോർ എ കോമൺ പർപ്പസ്. അതുകൊണ്ട് തന്നെ കോഓപ്പറേഷൻ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? വർക്കിംഗ് ടുഗദർ ജോയിൻലി ഫോർ എ കോമൺ പർപ്പസ്. ഒരു പൊതുവായ ലക്ഷ്യത്തിന് വേണ്ടി ഒരുമിച്ച് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് കോഓപ്പറേഷൻ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ച് തന്നെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്? നമ്മളെല്ലാവരും ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ക്ലാസ് എല്ലാം കേട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? CSCB ബോർഡിലേക്കോ അതുപോലെ JCI പോലുള്ള എക്സാമുകൾ എഴുതിയിട്ട് ഒരു ജോലി നേടാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ നമ്മളെ ലക്ഷ്യം എന്നാണ് കോഓപ്പറേഷൻ ബേസ്ഡ് ആയിട്ടുള്ള എക്സാമുകളിൽ ഒരു ജോലി നേടുക എന്നും നമ്മളെല്ലാവരും എന്ത് ചെയ്യുന്നു? ഒരുമിച്ച് വർക്ക് ചെയ്യുക എന്നതും. അതുപോലെ അതന്നെയാണ് കോഓപ്പറേഷൻ എന്നതിൻ്റെ അർത്ഥം എന്താണ്? വർക്കിംഗ് ടുഗദർ ജോയിൻലി ഫോർ എ കോമൺ പർപ്പസ്. ഒരുമിച്ച് വർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഒരേ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം. ഒരുമിച്ച് വർക്ക് ചെയ്യുകയും അത് ഒരേ ലക്ഷ്യത്തിന് വേണ്ടി, കോമൺ പർപ്പസ്, ഒരേ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുമായിരിക്കണം വർക്ക് ചെയ്യേണ്ടത്. അതാണ് കോഓപ്പറേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ് വൺ, ജനറലി കോഓപ്പറേഷൻ മീൻസ് ലിവിങ്, തിങ്കിങ് ആൻഡ് വർക്കിംഗ് ടുഗദർ. എന്ന് വെച്ചാൽ പൊതുവായി കോഓപ്പറേഷൻ കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഒരുമിച്ച് ജീവിച്ച്, ഒരുമിച്ച് ചിന്തിച്ച്, അതുപോലെ തന്നെ ഒരുമിച്ച് വർക്ക് ചെയ്യുക. എന്ന് വെച്ചാൽ ഒരുമിച്ച് ജീവിച്ച് നമ്മുടെ ചിന്തകൾ, നമ്മുടെ സ്വപ്നങ്ങളൊക്കെ ഒരേ രീതിയിലുള്ളതായിരിക്കണം. ഒരുമിച്ച് ചിന്തിച്ച്, ഒരുമിച്ച് ജീവിച്ച്, ഒരുമിച്ച് വർക്ക് ചെയ്യുക എന്നതാണ് പൊതുവായി കോഓപ്പറേഷൻ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ നെക്സ്റ്റ് പോയിന്റ് എന്താ? സം ക്രിസ്ത്യൻ സോഷ്യലിസ്റ്റ് സെഡ് ദാറ്റ് cooperation is Christianity applied to business. They said cooperation is heaven realized on earth.
ചില ക്രിസ്ത്യൻ സോഷ്യലിസ്റ്റുകൾ എന്താ പറയുന്നത്? കോഓപ്പറേഷൻ ഈസ് ക്രിസ്ത്യാനിറ്റി അപ്ലൈ ടു ബിസിനസ്. ബിസിനസ്സിലേക്ക് ക്രിസ്ത്യാനിറ്റി അപ്ലൈ ചെയ്യുന്നതാണെന്നാണ് ചില ക്രിസ്ത്യൻ സോഷ്യലിസ്റ്റ് പറയുന്നത്. അവർ തന്നെ പറയുന്നു കോഓപ്പറേഷൻ ഈസ് ഹെവൻ റിയലൈസ്ഡ് ഓൺ എർത്ത്. ഭൂമിയിലെ സ്വർഗം എന്നറിയപ്പെടുന്നത് എന്താണ്? കോഓപ്പറേഷൻ എന്നതാണ് എന്നാണ് ചില ക്രിസ്ത്യൻ സോഷ്യലിസ്റ്റ് പറയുന്നത്. അപ്പം ഭൂമിയിലെ സ്വർഗം കോഓപ്പറേഷൻ ആണെന്ന് പറയാൻ എന്താ കാരണം? നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നു, ഒരുമിച്ച് ഒരുപോലെ ചിന്തിക്കുന്നു, ഒരുമിച്ച് എല്ലാവർക്കും വേണ്ടി വർക്ക് ചെയ്യുന്നു. ആ ഒരു സാഹചര്യം തന്നെ നമുക്കൊരു സ്വർഗതുല്യല്ലേ? അതുകൊണ്ടാണ് ചില ക്രിസ്ത്യൻ സോഷ്യലിസ്റ്റ് എന്ത് പറയുന്നത്? കോഓപ്പറേഷൻ ഈസ് ഹെവൻ റിയലൈസ്ഡ് ഓൺ എർത്ത് എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് പോയിന്റ് എന്താണ്? കോഓപ്പറേഷൻ ഈസ് കോമൺ എൻഡീവർ വിത്ത് എ കോമൺ എൻഡ്. എന്ന് വെച്ചാൽ എന്താ? കോഓപ്പറേഷൻ എന്നതുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? ഒരേ ലക്ഷ്യത്തിലേക്ക് ഒരുമിച്ച് നടത്തുന്ന കൂട്ടായ പരിശ്രമമാണ് എന്ത്? കോഓപ്പറേഷൻ എന്ന് പറയുന്നത്. കോഓപ്പറേഷൻ ഈസ് കോമൺ എൻഡീവർ വിത്ത് എ കോമൺ എൻഡ്. ഒരേ ലക്ഷ്യത്തിലേക്ക് ഒരുമിച്ച് നടത്തുന്ന ഒരു കൂട്ടായ പ്രവർത്തനം. കോമൺ എൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷ്യത്തിനെയാണ് ഈ എൻഡ് എന്ന് പറയുന്നത്. അവസാനം നമ്മളെ ലക്ഷ്യത്തിലാവണം എന്നല്ലേ? അതാണ് കോമൺ എൻഡീവർ വിത്ത് എ കോമൺ എൻഡ്. ഒരേ ലക്ഷ്യത്തിലേക്കുള്ള ഒരുമിച്ച് നടത്തുന്ന കൂട്ടായ്മയാണ് എന്ത് പറയുന്നത്? കോഓപ്പറേഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താ? ഒരേ ലക്ഷ്യത്തിലേക്ക് ഒരുമിച്ച് നടത്തുന്ന കൂട്ടായ പ്രവർത്തനമാണെന്ത്? പരിശ്രമമാണെന്ത്? കോഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താ? കോഓപ്പറേഷൻ ഇൻ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലെ കോഓപ്പറേഷൻ. ഇംഗ്ലണ്ടുമായി ബന്ധപ്പെട്ട് കോഓപ്പറേഷന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം എന്താ? നമ്മളെ കോഓപ്പറേഷൻ്റെ ബർത്ത് പ്ലേസ് എന്ന് പറയുന്നതേ ഇംഗ്ലണ്ടാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും 28 ഫ്ലാനൽ വ്യൂവേഴ്സ് സൊസൈറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പഠിക്കാണ്ട് ഇംഗ്ലണ്ടിൻ്റെ. അതൊന്നും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. അത് ഇംഗ്ലണ്ടിൻ്റെ ഭാഗം വരുമ്പോൾ അവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇവിടെ പ്രധാനമായിട്ട് ഒരു 5 പോയിന്റ് നമുക്ക് പഠിച്ചു വെക്കാം. ബർത്ത് പ്ലേസ് ഓഫ് കോഓപ്പറേഷൻ ഇംഗ്ലണ്ടാണ്. അതുപോലെ കൺസ്യൂമർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത്, ക്രാഡിൽ ഓഫ് ദ കൺസ്യൂമർ കോഓപ്പറേറ്റീവ് മൂവ്മെന്റ് എന്ന് പറയുന്നത് എവിടെയാണ്? ഇംഗ്ലണ്ടാണ്. മെക്ക ഓഫ് കോഓപ്പറേറ്റീവ് മൂവ്മെന്റ് ഓൾസോ ഇംഗ്ലണ്ട്. മെക്ക ഓഫ് കോഓപ്പറേറ്റീവ് മൂവ്മെന്റ് എന്ന് പറയുന്നതും ഇംഗ്ലണ്ടാണ്. ക്രാഡിൽ ഓഫ് കൺസ്യൂമർ മൂവ്മെന്റ്, ക്രാഡിൽ ഓഫ് കൺസ്യൂമർ കോഓപ്പറേറ്റീവ് മൂവ്മെന്റ് ഇംഗ്ലണ്ടാണ്. അതുപോലെ തന്നെ ക്രാഡിൽ ഓഫ് കോഓപ്പറേറ്റീവ് മൂവ്മെന്റും എന്താണ്? ഇംഗ്ലണ്ടാണ്. ക്രാഡിൽ ഓഫ് കോഓപ്പറേറ്റീവ് മൂവ്മെന്റും ക്രാഡിൽ ഓഫ് കൺസ്യൂമർ കോഓപ്പറേറ്റീവ് മൂവ്മെന്റും ഇംഗ്ലണ്ടാണ്. അതുപോലെ ബർത്ത് പ്ലേസ് ഓഫ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി, ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ബർത്ത് പ്ലേസ് എന്നറിയപ്പെടുന്നത് എവിടെയാണ്? ഇംഗ്ലണ്ടാണ്. നമ്മൾ പ്രധാനമായിട്ടും ഈ 5 പോയിന്റ് പഠിക്കണം എന്ന് പറയാൻ കാരണം എന്താ അറിയോ? ഈ ക്വസ്റ്റ്യൻസ്, ഈ 5 പോയിന്റ് പല പ്രാവശ്യങ്ങളിലായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൊക്കെ വന്നിട്ടുള്ളതാണ്. അതാണ് ഞാനിതിവിടെ എടുത്തത്. പിന്നെ ഈ കോഓപ്പറേഷൻ പഠിക്കുമ്പോൾ നമുക്ക് ബർത്ത് പ്ലേസും കാര്യങ്ങളൊക്കെ പഠിക്കണമല്ലോ, അതും കൂടെ കൂടിയിട്ട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തതാണ്. അപ്പോൾ എന്താണ് 5 പോയിന്റ്? ബർത്ത് പ്ലേസ് ഓഫ് കോഓപ്പറേഷൻ, ക്രാഡിൽ ഓഫ് കൺസ്യൂമർ കോഓപ്പറേറ്റീവ് മൂവ്മെന്റ്, മെക്ക ഓഫ് കോഓപ്പറേറ്റീവ് മൂവ്മെന്റ്, ക്രാഡിൽ ഓഫ് കോഓപ്പറേറ്റീവ് മൂവ്മെന്റ്, ബർത്ത് പ്ലേസ് ഓഫ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഈ 5 പോയിന്റും ഇംഗ്ലണ്ടുമായി ബന്ധപ്പെട്ട് കോഓപ്പറേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നോട്ട് ചെയ്ത് വെക്കുക, അതുപോലെ തന്നെ പഠിക്കുകയും ചെയ്യുക. ഓക്കെ, അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺസെപ്റ്റ് ഓഫ് കോഓപ്പറേഷൻ ആണ്. കോഓപ്പറേഷൻ്റെ കൺസെപ്റ്റുകൾ എന്തെല്ലാമാണെന്നാണ്. പൊതുവായിട്ട് കോഓപ്പറേഷൻ എന്ന കൺസെപ്റ്റ് നിലവിൽ വരുന്നതെന്നാ 1750-കൾക്ക് ശേഷമാണ് കോഓപ്പറേഷൻ എന്ന കൺസെപ്റ്റ് നിലവിൽ വരുന്നത്. അതൊരു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഭാഗമായിട്ടാണ് കോഓപ്പറേഷൻ എന്ന കൺസെപ്റ്റ് നിലവിൽ വരുന്നത്. വളരെ താഴെത്തട്ടിലുള്ള ആൾക്കാർക്ക് വേണ്ടി വന്നിട്ടുള്ള ഒരു ഐഡിയോളജിയാണ് എന്ത്? കോഓപ്പറേഷൻ എന്ന കൺസെപ്റ്റ്. വളരെ താഴെത്തട്ടിലുള്ള ആൾക്കാർക്ക് വേണ്ടി വന്നിട്ടുള്ള ഒരു ഐഡിയോളജിയാണ് എന്ത്? കോഓപ്പറേഷൻ എന്ന കൺസെപ്റ്റ്. ഇന്ത്യയിൽ അത് ഗവൺമെൻറ്റിൻ്റെ മൂവ്മെൻ്റ് ആയിരുന്നു കേട്ടോ. കോഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഗവൺമെൻറ്റിൻ്റെ മൂവ്മെൻ്റ് ആണ്. പിന്നെ നമ്മളെ കോഓപ്പറേഷൻ്റെ പിതാവ് ആരാ? റോബർട്ട് ഓവനാണ്. നമ്മളെ കോഓപ്പറേഷൻ എന്ന ഇതിൻ്റെ പിതാവായിട്ട് കൺസിഡർ ചെയ്യുന്ന ആരാണ്? കോഓപ്പറേഷൻ്റെ പിതാവ്, ഫാദർ ഓഫ് കോഓപ്പറേഷൻ റോബർട്ട് ഓവനാണ്. നമുക്ക് കൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യാം. കൺസെപ്റ്റ് മൊത്തത്തിൽ 2 കൺസെപ്റ്റേ ആകെ ഉള്ളൂ കേട്ടോ. നമുക്ക് സുഖമാണ്, 2 കൺസെപ്റ്റേ ഉള്ളൂ. ഒന്ന് ഓൾഡ് കൺസെപ്റ്റ്, രണ്ടാമത്തത് മോഡേൺ കൺസെപ്റ്റ്. മോഡേൺ കൺസെപ്റ്റും ഓൾഡ് കൺസെപ്റ്റും. ഓൾഡ് കൺസെപ്റ്റിനെ പ്രിമിറ്റീവ് കൺസെപ്റ്റ് എന്നും നമ്മൾ അറിയുന്നുണ്ട്. ഓൾഡ് കൺസെപ്റ്റ് എന്താ?
കോഓപ്പറേഷൻ ഈസ് ദ വേ ഓഫ് ലൈഫ് ദാൻ എ ഫോം ഓഫ് ബിസിനസ്. ഒരു ബിസിനസ് ഫോമിനെക്കാട്ടിലും കോഓപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ജീവിത രീതിയാണ് എന്നാണ് എന്ത് പറയുന്നത്, ഓൾഡ് കൺസെപ്റ്റിൽ പറയുന്നത്. കോഓപ്പറേഷൻ ഈസ് ദ വേ ഓഫ് ലൈഫ് ദാൻ എ ഫോം ഓഫ് ബിസിനസ്. ഒരു ബിസിനസ് ഫോമിനെക്കാട്ടിലും ഒരു ജീവിത രീതിയാണ് കോഓപ്പറേഷൻ എന്നാണ് ഓൾഡ് കൺസെപ്റ്റ് പ്രകാരം കോഓപ്പറേഷനെ പറയുന്നത്. പക്ഷേ മോഡേൺ കൺസെപ്റ്റിൽ എന്താ പറയുന്നത്, കോഓപ്പറേഷൻ ഈസ് ദ സ്പെഷ്യൽ മെത്തേഡ് ഓഫ് ഡൂയിങ് ബിസിനസ്. ഒരു ബിസിനസ് ചെയ്യാനുള്ള പ്രത്യേക രീതിയാണ് കോഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്നാണ് മോഡേൺ കൺസെപ്റ്റ് പ്രകാരം പറയുന്നത്. കൺസെപ്റ്റുകൾ എത്രണ്ണുള്ളത്, 2 ഓൾഡ് കൺസെപ്റ്റ് ഓർ പ്രിമിറ്റീവ് കൺസെപ്റ്റ്, മോഡേൺ കൺസെപ്റ്റ്. ഓൾഡ് കൺസെപ്റ്റിനെ എന്തെന്ന് പറയുന്നുണ്ട്, പ്രിമിറ്റീവ് കൺസെപ്റ്റ് എന്ന് പറയുന്നുണ്ട്. ഓൾഡ് കൺസെപ്റ്റ് എന്ന് ചോദിച്ചാലും പ്രിമിറ്റീവ് കൺസെപ്റ്റ് എന്ന് ചോദിച്ചാലും സെയിം ആൻസർ ആണ്. കോഓപ്പറേഷൻ ഈസ് ദ വേ ഓഫ് ലൈഫ് ദാൻ എ ഫോം ഓഫ് ബിസിനസ്. ഇതേത് കൺസെപ്റ്റ് ആണെന്ന് ചോദിച്ചാൽ ഓപ്ഷനിൽ ഓൾഡ് കൺസെപ്റ്റ് എന്ന് തരികയാണെങ്കിൽ ഓൾഡ് കൺസെപ്റ്റ് എന്നും, പ്രിമിറ്റീവ് കൺസെപ്റ്റ് എന്ന് തരികയാണെങ്കിൽ പ്രിമിറ്റീവ് കൺസെപ്റ്റ് എന്നും നമ്മൾ ടിക്ക് ചെയ്യണം. ഓൾഡ് കൺസെപ്റ്റ് എന്താണ്, ഒരു ബിസിനസ് ഫോമിനെക്കാട്ടിലും ജീവിത രീതിയാണ് കോഓപ്പറേഷൻ എന്ന് പറയുന്നതാണ് ഓൾഡ് കൺസെപ്റ്റ്. മോഡേൺ കൺസെപ്റ്റ് എന്താണ്, കോഓപ്പറേഷൻ ഈസ് ദ സ്പെഷ്യൽ മെത്തേഡ് ഓഫ് ഡൂയിങ് ബിസിനസ്. ഒരു പ്രത്യേക രീതിയാണ്, ബിസിനസ് ചെയ്യാനുള്ള ഒരു പ്രത്യേക രീതിയാണ് കോഓപ്പറേഷൻ. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്, കോഓപ്പറേഷൻ്റെ സ്ലോഗൻ എന്താണെന്നാണ്, മുദ്രാവാക്യം എന്താണെന്നാണ്. സ്ലോഗൻ ഓഫ് കോഓപ്പറേഷൻ ഓർ ബേസിക് ഐഡിയ ബിഹൈൻഡ് കോഓപ്പറേഷൻ. കോഓപ്പറേഷൻ്റെ പിന്നിലുള്ള ബേസിക് ഐഡിയ എന്താണ്, അതുപോലെ കോഓപ്പറേഷൻ്റെ സ്ലോഗൻ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ്, ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച് എന്നാണ്. ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്. എല്ലാവരും ഓരോരുത്തർക്കും വേണ്ടി, ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടി എന്നതാണ് കോഓപ്പറേഷൻ്റെ സ്ലോഗൻ. അതുപോലെ തന്നെ ബേസിക് ഐഡിയയും എന്താണ്, ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച് ആണ്. ഗൈഡിങ് പ്രിൻസിപ്പിൾ ഓഫ് കോഓപ്പറേഷൻ. നെക്സ്റ്റ് പോയിന്റ് എന്താണ്, ഗൈഡിങ് പ്രിൻസിപ്പിൾ ഓഫ് കോഓപ്പറേഷൻ. അതെന്താണ്, സെൽഫ് ഹെൽപ്പ് ത്രൂ മ്യൂച്വൽ ഹെൽപ്പ്. എന്ന് വെച്ചാൽ എന്താണ്, സ്വയം സഹായിച്ചുകൊണ്ട് മറ്റുള്ളവരെ കൂടെ സഹായിക്കുക എന്നതാണ് കോഓപ്പറേഷൻ്റെ ഗൈഡിങ് പ്രിൻസിപ്പിൾ. ഗൈഡിങ് പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ മാത്രം സെൽഫ് ഹെൽപ്പ് ത്രൂ മ്യൂച്വൽ ഹെൽപ്പ് എന്ന് നമ്മൾ ടിക്ക് ചെയ്യണം. സ്ലോഗനും ബേസിക് ഐഡിയയും ചോദിക്കുകയാണെങ്കിൽ ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്. ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഓരോരുത്തർക്കും വേണ്ടിയിട്ട്, ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടി. ഗൈഡിങ് പ്രിൻസിപ്പിൾ എന്താണ്, സെൽഫ് ഹെൽപ്പ് ത്രൂ മ്യൂച്വൽ ഹെൽപ്പ്. സ്വയം സഹായത്തിലൂടെ എല്ലാവരെയും സഹായിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വെച്ച് കാണാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെഫിനിഷൻസ് ആണ്. ഡെഫിനിഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ആരും മിസ് ചെയ്യാതിരിക്കുക. എല്ലാവരും നെക്സ്റ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. താങ്ക് യു ആൻഡ് സി യു സൂൺ.